ഹായ് ഓൾ, വെൽക്കം ടു ASAP. കുട്ടികൾ നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് പാർട്ട് 2 നമ്മൾ എന്താ പഠിച്ചത്? കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസിൻ്റെ ബേസ് ഫിഗർ 1 ആൻഡ് 2 അല്ലെ, ബേസ് ഫിഗർ 1 ആൻഡ് 2 ആണ് ഡിസ്കസ് ചെയ്ത്. ഈ പാർട്ടിൽ ഈ ഒരു കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് ഈ പാർട്ട് 2 നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസിൻ്റെ തന്നെ ബേസ് ഫിഗേഴ്സ്, ഓക്കെ, ബേസ് ഫിഗേഴ്സ് 3, 4 ആൻഡ് 5. ഓക്കെ, ബാക്കിയുള്ള 5 ബേസ് ഫിഗറിൽ ബാക്കി മിച്ചമുള്ള 3 ബേസ് ഫിഗേഴ്സാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബേസ് ഫിഗേഴ്സ് 3, 4 ആൻഡ് 5. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ പാട്ടും വെച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങളത് പിന്നീട് ഈ വീഡിയോ പക്കയായിട്ട് കാണുക, കാരണം പക്കയായിട്ട് പഠിച്ചു പോകാം കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് എന്തായാലും ബേസ് ഫിഗർ 3, 4, 5 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ബേസ് ഫിഗർ ഇതാണ്. ദാറ്റ് മീൻസ് ബേസ് ഫിഗർ 3. ഈ കാണുന്ന ഫിഗറാണ് നമ്മുടെ ബേസ് ഫിഗർ 3. ഓക്കെ, ഫിഗർ മനസ്സിലായാലോ? ഫിഗർ ആദ്യം പക്കയായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ കാണുന്ന ഫിഗറാണ് നമ്മുടെ ബേസ് ഫിഗർ 3, മൂന്നാമത്തെ ബേസ് ഫിഗർ. അതായത് ഫിഗർ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ വലിയ ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിനകത്ത് ഓരോ സൈഡിൽ നിന്നും ഓരോ പോയിന്റുകൾ എടുത്തിട്ട് അകത്ത് ഒരു ട്രയാങ്കിളൂടെ എക്സ്ട്രാ വരയ്ക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ആ വലിയ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡിൽ നിന്ന് ഓരോ പോയിൻ്റ് എടുത്ത് അകത്തൊരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ആക്ച്വലി ഫിഗർ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഇവിടെ മൊത്തത്തെ ട്രയാങ്കിൾസ് ഉണ്ടാകും. ഇവിടെ കുഞ്ഞുങ്ങളെ മൊത്തം 5 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, അതായത് ഇത് ഒന്നാമത്തെ ട്രയാങ്കിൾ, ഈ ചെറിയ രണ്ടാമത്തെ ട്രയാങ്കിൾ, ഈ ചെറിയ മൂന്നാമത്തെ ട്രയാങ്കിൾ, ഈ ചെറിയ നാലാമത്തെ ട്രയാങ്കിൾ ചേർത്തിട്ട് ഫുൾ ട്രയാങ്കിൾ ചേർത്ത് മൊത്തം 5 ട്രയാങ്കിൾസ് എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഫിഗർ എവിടെ കണ്ടാലും 5 ട്രയാങ്കിൾസ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ബേസ് ഫിഗർ 1 നമുക്കറിയാം, 3 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 1. 2 ആരാണ്? ബേസ് ഫിഗർ 2 ആരാണ്? 8 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2 ഉണ്ട്, 12 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2 ഉണ്ട്, 16 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2 ഉണ്ട് അല്ലേ. ഓക്കെ, ബേസ് 3 എന്താണ്? 5 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 3. ഓക്കെ, അപ്പോൾ ഫിഗർ പക്കയായിട്ട് മനസ്സിലാക്കുക. വലിയ ട്രയാങ്കിളിൻ്റെ ഓരോ വെർട്ടെക്സും ഒരു പോയിൻ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അകത്ത് ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അവിടെ പുതിയൊരു ഫിഗർ ഉണ്ടാകുന്നുണ്ട്. ആ ഫിഗറിൽ മൊത്തം 5 ട്രയാങ്കിൾസ് ഉണ്ട്. ഇതാണ് ബേസ് ഫിഗർ 3. സെറ്റല്ലേ? ശരി, ഇനി ബേസ് ഫിഗർ 3 വെച്ച് എന്താ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡെവലപ്പ് ആവും. അതായത് ഇതിലേക്ക് എക്സ്ട്രാ ലൈൻസ് വരച്ചിട്ട് പുതിയ ചോദ്യം വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കാം. ഓക്കെ, അപ്പം ഇത് നമുക്കറിയാം, ഈ കാണുന്നതായിരുന്നു ബേസ് ഫിഗർ 3 ആയിരുന്നുള്ള ബേസ് ഫിഗർ 3. ശരി, അപ്പോൾ ആ ക്വസ്റ്റ്യൻ വെച്ച് അല്ലെങ്കിൽ ബേസ് ഫിഗർ 3 വെച്ച് പറയാൻ പറ്റുന്ന ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ മൊത്തം എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കണം. എത്ര പേരുണ്ടാകും? അത് സിമ്പിളായിട്ട് ചെയ്യാം, കുഴപ്പമില്ല, സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബേസ് ഫിഗർ 1 വെച്ച് എണ്ണി എടുക്കാം. ഓക്കെ, പക്ഷേ ഇത് ബേസ് 3 പറയാം. കാര്യം വെച്ചാൽ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള സെയിം പാറ്റേണിൽ ഇങ്ങനെ ഫിഗർ ഇങ്ങനെ വലുതായി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്തായാലും തൽക്കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബേസ് ഫിഗർ 1 വെച്ചൊന്ന് എണ്ണി കാണിച്ചു തരാം. അങ്ങനെയും ചെയ്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ പ്രത്യേകം പറയാൻ കാര്യം വെച്ചാൽ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള സെയിം പാറ്റേണിൽ ഈ ഫിഗർ ഇങ്ങനെ ഡെവലപ്പായി പോകുന്ന ചോദ്യമാണത്. ഓക്കെ, ശരി, അപ്പോൾ ബേസ് ഫിഗർ 1 വെച്ച് പറയുവാണെങ്കിൽ ഈ കാണുന്ന മുകളിലിരിക്കുന്നത് അതൊരു ബേസ് ഫിഗർ 1 അല്ലേ. അവിടെ 3 ട്രയാങ്കിൾസ് എന്തായാലും ഉണ്ട്. ഓക്കെ, പിന്നെ സൈഡിൽ ഇരിക്കുന്നതും ഒരു ബേസ് ഫിഗർ 1 തന്നെയാണ് അല്ലേ. ഈ കാണുന്ന ബേസ് ഫിഗർ 1 അല്ലേ. അവിടെ എത്ര പേരുണ്ടാകും? അവിടെയും 3 ട്രയാങ്കിൾസ് ഉണ്ടാകും. ഓക്കെ അല്ലേ. പിന്നെ വീണ്ടും എന്താ, ഇവിടെയും ഒരു ബേസ് ഫിഗർ 1 ഇങ്ങനെ വരച്ച് വെച്ചു അല്ലേ. ഇത് ബേസ് ഫിഗർ 1 തന്നെയാണ്. ഇവിടെയും കിട്ടും 3 ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ 9 ആയി. ഇപ്പോൾ 3 പേരെയും കൂടെ ഒരുമിച്ച് വെച്ചപ്പം നടുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. അതാണ് 10ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, പിന്നീട് ഫുൾ ട്രയാങ്കിളാണ് ആക്ച്വലി. അതുകൂടെ ചേർത്ത് മൊത്തം 11 ബേസിക്കലി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എണ്ണാം. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ബേസ് ഫിഗർ 3 വെച്ചും പറയാം, കുഴപ്പമില്ല. കാര്യം അവിടെ ഒരു സിമ്പിളായിട്ട് സെയിം പാറ്റേണിൽ ഇങ്ങനെ ഫിഗർ വലുതായി പോകുന്നൊരു ഫിഗറാണ്. അത് കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ആദ്യമേ ഈ കാണുന്ന ബേസ് ഫിഗർ 3 ആദ്യം വരയ്ക്കുന്നു. ഓക്കെ, ഈ ഫിഗർ നമുക്കറിയാം, ഈ ഒരു ഫിഗറിൽ ഉറപ്പായിട്ടും 5 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, പിന്നെ അവരെന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ആദ്യമേ ഈ വെർട്ടെക്സ് ഇങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കുന്നു. വീണ്ടും ഈ വെർട്ടെക്സ് ഇതിലേക്ക് ലൈൻ വരയ്ക്കുന്നു. ഈ വെർട്ടെക്സ് ഇവിടേക്ക് ലൈൻ വരയ്ക്കുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന കാരണം ഈ സൈഡിലുള്ള ട്രയാങ്കിൾ എന്താണ്, 2 മുറിയും അല്ലേ. അപ്പോൾ 2 എക്സ്ട്രാ ട്രയാങ്കിൾ കിട്ടും. ഇവിടെയും 2 എക്സ്ട്രാ ട്രയാങ്കിൾ കിട്ടും. ഇവിടെയും 2 എക്സ്ട്രാ ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, +6 വരും അല്ലേ, +6 വരും. അപ്പോൾ ഇങ്ങനെ ചോദ്യം ഉണ്ടെങ്കിൽ ഇവിടെ മൊത്തം എത്രയാണ്, 5 + 6 11 അല്ലേ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ശരി, അപ്പം ഈ ഫിഗറിന് അവിടെയും കാണിച്ചോട്ടെ. ഇവിടെ മൊത്തം 5 + 6 11 കിട്ടും. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തു, അതിലേക്ക് അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എക്സ്ട്രാ വരയ്ക്കും അല്ലേ. അപ്പോൾ ഇങ്ങനൊരു എക്സ്ട്രാ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ നമ്മൾ
അവിടെ ബേസ് 1 വെച്ചും പറയുന്നുണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെ ബേസ് ഫിഗർ 3 വെച്ചും പറയാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു എക്സ്ട്രാ അകത്ത് ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ വീണ്ടും 1 2 3 4 എക്സ്ട്രാ ട്രയാങ്കിൾ വരും. അങ്ങനെ എന്താ പറയുക, നമുക്ക് ഇവിടെ +4 വീണ്ടും ഇവിടെ ഇങ്ങനെ ഒരു അകത്തൊരു ട്രയാങ്കിൾ എക്സ്ട്രാ വരച്ച് കഴിഞ്ഞാൽ വീണ്ടും 1 2 3 4 എക്സ്ട്രാ ട്രയാങ്കിൾ വരുന്നു. അങ്ങനെ +4 കൂടെ ചേർത്ത് മൊത്തം 15 ട്രയാങ്കിൾ എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഫിഗറിൽ എത്രയാണ്? 15 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് 15 അല്ലേ, +4 ചേർത്ത് 15 എന്ന് പറയാം. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അപ്പോൾ വീണ്ടും ഫിഗർ ഇങ്ങനെ വീണ്ടും വലുതായി പോകാം. മനസ്സിലായോ? ജസ്റ്റ് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഓക്കെ, ആദ്യമേ നമ്മുടെ കയ്യിലുള്ള വലിയ ട്രയാങ്കിൾ. ഓക്കെ, ആ വലിയ ട്രയാങ്കിളിൻ്റെ അകത്ത് നമ്മൾ ഓരോ സൈഡിൽ നിന്നും ഓരോ പോയിൻ്റ് ഒരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഫിഗർ 3 ആയി 5 ട്രയാങ്കിൾസ്. ഓക്കെ, പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ 1 2 3 ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ 1 2 ഇവിടെ 1 2 ഇവിടെ 1 2 2 അങ്ങനെ 2 വീതം 6 എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും. ഓക്കെ അല്ലേ? ഇതുപോലെ 6 എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും. ക്ലിയർ ആണോ? വീണ്ടും അവർ എന്ത് ചെയ്യുന്നു, വീണ്ടും അവർ ഈ 3 പോയിന്റുകൾ ജോയിൻ ചെയ്തോട്ടെ, ഇങ്ങനെ 3 പോയിന്റുകൾ ജോയിൻ ചെയ്ത് അകത്തൊരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ വീണ്ടും സംഭവിക്കും 4 എക്സ്ട്രാ ട്രയാങ്കിൾ വരും അല്ലേ? അതായത് ഓൾറെഡി 11 ഉണ്ടായിരുന്നു, പിന്നെ 13 14 15 12 13 14 15. ഓക്കെ, മനസ്സിലായോ? ഇവിടെയുള്ള 3 പോയിന്റ് ജോയിൻ ചെയ്ത് അകത്ത് ട്രയാങ്കിൾ വരച്ചാൽ വീണ്ടും 4 എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും. വീണ്ടും എന്താണ്, ഓക്കെ വീണ്ടും ഇങ്ങനെ 1 2 3 ലൈൻസ് വീണ്ടും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1 2 3 4 5 6 എക്സ്ട്രാ ആംഗിൾ വീണ്ടും കിട്ടും. +6 വരും അല്ലേ? +6 വരും. ഓക്കെ, വീണ്ടും അതുപോലെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഉള്ള പോയിന്റുകൾ ജോയിൻ ചെയ്ത് കേട്ടോ, ഇവിടെയുള്ള പോയിന്റുകൾ ജോയിൻ ചെയ്ത് വീണ്ടും അകത്ത് ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ വീണ്ടും സംഭവിക്കുന്നു, വീണ്ടും 4 എക്സ്ട്രാ ട്രയാങ്കിൾ വരും അല്ലേ? അങ്ങനെ മൊത്തം എത്രയായി? 5 + 6 11 + 4 15 6 21 25 ട്രയാങ്കിൾ എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ബേസ് ഫിഗർ 3യിൽ നിന്ന് ആ ഫിഗേഴ്സ് എങ്ങനെ വലുതായി പോയത്? ആദ്യം 5 ഉണ്ടായിരുന്നു, പിന്നെ +6 പിന്നെ +4 വീണ്ടും +6 വീണ്ടും +4. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു ഫിഗർ എന്ത് ചെയ്തു, ഇങ്ങനെ ഡെവലപ്പായി വരും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ബേസ് 3 വെച്ച് ഫിഗർ പറയാൻ പറ്റുമെന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് 3 ബേസ് ഫിഗർ വെച്ച് വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം ഈ ഒരു ഫിഗർ വരെ ചോദ്യം വന്നിട്ടുണ്ട്. ഈ ഒരു ചോദ്യം 25 ട്രയാങ്കിളുള്ള ചോദ്യം നമുക്ക് മാക്സിമം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എളുപ്പം തന്നെ ചെയ്തു പോകാൻ പറ്റും. സെറ്റാണല്ലോ? എളുപ്പമല്ല? ബേസ് ഫിഗർ 3യുടെ കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. ശരി, മുന്നോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യമാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഇവിടെ മൊത്തത്തിൽ ട്രയാങ്കിൾസ് ഉണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. എന്താ, ഇത് നമ്മുടെ ബേസ് ഫിഗർ 3. ഇത് നമ്മുടെ ബേസ് ഫിഗർ 3 തന്നെയല്ലേ? ബേസ് ഫിഗർ 3 വെച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ ആണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചോദ്യം രണ്ട് രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മുടെ ബേസ് ഫിഗർ 3 എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ തൽക്കാലം തലകുത്തിനെ വരച്ചേക്കൊന്ന് കരുതുക. ഓക്കെ, ബേസ് ഫിഗർ 3 ഇവിടെ നമുക്കറിയാം എത്രയുണ്ട്? 5 ട്രയാങ്കിൾസ് എന്തായാലും ഉണ്ടല്ലോ അല്ലേ? ഈ ഫിഗറിലേക്ക് അവരെന്ത് ചെയ്യുന്നു? അതെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആദ്യം വരയ്ക്കുന്നു. അത് കാരണം ഇവിടെ 1 2 3 4 എക്സ്ട്രാ ട്രയാങ്കിൾ അല്ലേ? 5 + 4 9 ആവും. വീണ്ടും ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഓക്കെ വീണ്ടും 1 2 3 4 എക്സ്ട്രാ ട്രയാങ്കിൾ വീണ്ടും +4 ആകും അല്ലേ? വീണ്ടും ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ വീണ്ടും 1 2 3 4 എക്സ്ട്രാ ട്രയാങ്കിൾ വീണ്ടും +4 അല്ലേ? അപ്പോൾ മൊത്തത്തിൽ കിട്ടും നമുക്ക് 12 5 17. ഈ ഫിഗറിൽ മൊത്തം 17 ട്രയാങ്കിൾസ് ആണ്. കണ്ടോ? ഇതാണ് സംഭവം. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെയും ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ കാണുന്നതാരാ? കണ്ടോ? ഈ കാണുന്നത് നമ്മുടെ ബേസ് ഫിഗർ 3. ഡയറക്റ്റ് പറയാം, ഇത് ബേസ് ഫിഗർ 3 ആണ്. അവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാകും? 5 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ ബേസ് ഫിഗർ 3 തന്നെയാണ് അല്ലേ? ഈ കാണുന്ന ബേസ് ഫിഗർ 3 തന്നെയാണ്. അവിടെയും കിട്ടും 5 ട്രയാങ്കിൾസ്.
ഈ കാണുന്നതും ബേസ് ഫിഗർ 3 അല്ലേ, ബേസ് ഫിഗർ 3 ആണ്. അവിടെയും കിട്ടും 5 ട്രയാങ്കിൾസ്. ദാറ്റ് മീൻസ് 3 ബേസ് ഫിഗർ 3 ഒരുമിച്ച് വെച്ചു. ഇപ്പോൾ ഓൾറെഡി 15ആയി. അങ്ങനെ ചേർത്ത് വെച്ചപ്പം നടുക്ക് ഒരു വലിയ ട്രയാങ്കിൾ കിട്ടുന്നുണ്ടല്ലോ. ഇത് 16ാമത്തെ ട്രയാങ്കിളും ഫുൾ ട്രയാങ്കിളോ ചേർത്ത് നമുക്ക് എന്ത് പറയാം, 17ാമത്തെ ട്രയാങ്കിൾ എന്ന് പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ 2 രീതിയിൽ എണ്ണിയെടുക്കാൻ പറ്റും. ഓക്കെ ആണോ? സെറ്റല്ലേ? എളുപ്പമുള്ള പരിപാടിയല്ലേ? അപ്പോൾ ബേസ് ഫിഗർ 3 വെച്ച് മാത്രമുള്ള ചോദ്യമാണിത്. സെറ്റാണോ? ശരി, മുന്നോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ചോദ്യം ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്നാണ്. ഇവിടെ മൊത്തം എത്ര ഫിഗർ ഉണ്ട്, എത്ര ട്രയാങ്കിൾസ് ഉണ്ട് കാണും അല്ലേ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി എന്താണ്, ഇതൊരു 5 സെക്കൻഡ് ചോദ്യമാണിത്. ഫിഗർ പെട്ടെന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് 5 സെക്കൻഡ് ചോദ്യമാണ് അല്ലേ. കാര്യം എന്താ, ഈ നടുക്കിരിക്കുന്നത് ആരാ, നടുക്കിരിക്കുന്നത് നമ്മുടെ ബേസ് ഫിഗർ 2 അല്ലേ. നമ്മുടെ ക്വാഡിലാറ്ററലാണ്, അല്ലെങ്കിൽ റോംബസ് ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പാണ്. അവിടെ 2 ഡയഗണൽസ് മാത്രമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാരാ, ഈ ഫിഗർ ആരാ, നമ്മുടെ ബേസ് ഫിഗർ 2 ആണല്ലോ. ബേസ് ഫിഗർ 2 ആണ്. അവിടെ 1, 2, 3, 4 ചെറിയ ട്രയാങ്കിൾസ് ഉള്ളുണ്ട്. ഇവിടെ കിട്ടും 4 × 2 8 ട്രയാങ്കിൾസ്. 8 ട്രയാങ്കിൾസ് ഓൾറെഡി കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബേസ് ഫിഗർ 2 ആണ്. ആ ബേസ് ഫിഗർ 2ൻ്റെ 4 സൈഡിലും ആരായിരിക്കുന്നത്, 4 സൈഡിലും നമ്മുടെ ബേസ് ഫിഗർ 3 അല്ലേ. ഈ കാണുന്ന ബേസ് ഫിഗർ 3 ആണ് അല്ലേ. ഉറപ്പായിട്ടും ഇവിടെ കിട്ടും. ഇത് ബേസ് ഫിഗർ 3 ആണ്. അതിലുണ്ട് എത്ര, 5 ട്രയാങ്കിൾസ് അല്ലേ. അങ്ങനെയെങ്കിൽ ഈ കാണുന്നതും ബേസ് ഫിഗർ 3 തന്നെയാണ്, സംശയമില്ലല്ലോ. ഇത് ബേസ് ഫിഗർ 3 ആണ്. അവിടെയും കിട്ടും 5 ട്രയാങ്കിൾസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെയും ഉണ്ട് 5 ട്രയാങ്കിൾസ്, ഇതിനകത്തുമുണ്ട് 5 ട്രയാങ്കിൾസ്. കണ്ടോ, ബേസ് ഫിഗർ 4 ബേസ് ഫിഗർ 3 ചേർത്ത് വെച്ചു. അപ്പോൾ ഇതെന്തായിരുന്നു, ഇത് ബേസ് ഫിഗർ 2 ആൻഡ് 3, ബേസ് ഫിഗർ 2 ആൻഡ് ബേസ് ഫിഗർ 3ൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ ഫിഗർ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെയെങ്കിൽ എത്ര ഉണ്ടാകും, 5 + ഓക്കെ 5 × 4 മൊത്തം 5 × 4 20 ഉണ്ട്. 20 + ബേസ് ഫിഗർ 2ൽ 8 പേരെ കൂടെ ചേർത്ത് 28 ട്രയാങ്കിൾസ് ആണ് ഈ ഫിഗറിലുള്ളത്. കണ്ടോ, ഇതാ പറഞ്ഞാൽ 5 സെക്കൻഡ് മതി. ആ ഫിഗർ പക്കയുടെ അറിയെങ്കിൽ വെറും 5 സെക്കൻഡ് കൊണ്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും നമുക്ക്. സെറ്റാണോ? എളുപ്പമല്ലേ? അപ്പോൾ ഫിഗർ പക്കയായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ശരി, മുന്നോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. അപ്പോൾ ഫിഗർ കാണുമ്പോൾ എന്തോ വലിയ സംഭവം പോലെ തോന്നും, പക്ഷേ ഒന്നുമില്ല, എളുപ്പമുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പം ഈ ഫിഗറിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണണം. അത് മനസ്സിലാക്കുക. ഇവിടെ ഏതൊക്കെ ബേസ് ഫിഗേഴ്സിൻ്റെ കോമ്പിനേഷൻ അത് പക്കയായിട്ട് മനസ്സിലല്ലേ. ഏതൊക്കെ ബേസ് ഫിഗേഴ്സിൻ്റെ കോമ്പിനേഷൻ അത് പക്കയായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ കുട്ടികളത് ആക്ച്വലി എന്താണ്, നമ്മുടെ ബേസ് ഫിഗർ 2, ഇതും ബേസ് ഫിഗർ 2 ആൻഡ് ബേസ് ഫിഗർ 3 അല്ലെ. ബേസ് ഫിഗർ 3യുടെ കോമ്പിനേഷൻ ചോദ്യമാണ്. ഉറപ്പല്ലേ? നോക്കിക്കേ. അപ്പം പുറത്തുള്ള ആ വലിയ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്വാഡിലാറ്ററാണല്ലേ, ക്വാഡിലാറ്ററലാണ്. ഓക്കെ, ക്വാഡിലാറ്ററലാണ്. അപ്പം അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്, അത് ബേസ് ഫിഗർ 2 അല്ലേ, ബേസ് ഫിഗർ 2 ആണ്. ശരി, അതായത് അവിടെ 2 ഡയഗണൽസ് ഉണ്ട്, കൂടാതെ നടുക്കൂടെ പോകുന്ന ആ വെർട്ടിക്കൽ ലൈൻ ഉണ്ടല്ലേ. അപ്പം ഇയാളോട് വരയ്ക്കുമ്പോൾ ആരായി, നമ്മുടെ 12 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2 ആയിട്ടുണ്ടല്ലേ. ഉറപ്പാണോ? അതെ, 1, 2, 3, 4, 5, 6 പേരുള്ളുണ്ട്. അവിടെ കിട്ടും 6 × 2 12 ട്രയാങ്കിൾ അല്ലേ. ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ഇനി അവരെന്ത് ചെയ്തു, ഈ ഫിഗറിലേക്ക് അവരെന്ത് ചെയ്തു, എക്സ്ട്രാ വരച്ച ലൈൻസ് മക്കയായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ബാക്കി ലൈൻസ് ആരൊക്കെയാണ് നോക്കിക്കേ. ദേ ആദ്യമേ അവർ ഇങ്ങനെ 1, ഇങ്ങനെ 2, ഇങ്ങനെ 3 അല്ലേ. ഇവിടെ കണ്ടോ, ഇങ്ങനെ 1, 2, 3 ലൈൻസ് വരച്ചു. അപ്പം ഇങ്ങനെ വരയ്ക്കുന്നത് നമുക്ക് എന്താണ്, ഇവിടെ ഒരു ബേസ് ഫിഗർ 2 വീണ്ടും കിട്ടും അല്ലേ. ബേസ് ഫിഗർ 2 കിട്ടത്തില്ല, ഇതൊരു ബേസ് ഫിഗർ 2 ആണ് അല്ലേ. അവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാകും, ഇതൊരു ബേസ് ഫിഗർ 2 ആണ്. അവിടെ അതെ 1, 2, ഓക്കെ 3, 4 പേരുള്ളതുകൊണ്ട് അവിടെ കിട്ടും 4 × 2 8 ട്രയാങ്കിൾസ്. അതിനകത്ത് മാത്രം 8 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ ആണോ? വീണ്ടും അതുപോലെ അവരിതേ ഇവിടെ ഇങ്ങനെ 1, 2, 3 ലൈൻസ് വരയ്ക്കുന്നു. കണ്ടോ, ഇവിടെ വീണ്ടും 1, 2, 3 ലൈൻസ് വരയ്ക്കുന്നു. അത് കാരണം വീണ്ടും നമുക്കിവിടെ ആരായി, വീണ്ടും അവിടെ ഒരു ബേസ് ഫിഗർ 2, വീണ്ടും ബേസ് ഫിഗർ 2 ഉണ്ടാകുന്നുണ്ട്. അവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ടാകും, അവിടെയും 4 × 2 8 ട്രയാങ്കിൾസ്, അവിടെയും 8 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതിലും 8 പേരെ കിട്ടി അല്ലേ. ഇപ്പോൾ എത്ര ആയിട്ടുണ്ട് ഓൾറെഡി, 12 + 8 + 8 28 ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ആ ഫിഗർ കംപ്ലീറ്റ് ആകാൻ അവരെന്ത് ചെയ്യണം, ഓക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവർ, ഇത് ആദ്യമേ ഇവിടെ ഇങ്ങനെ ഒരു
ട്രയാങ്കിൾ വരയ്ക്കുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കുന്നത് കാരണം ഈ കാണുന്നത് ആരാ, നമ്മുടെ ബേസ് ഫിഗർ 3 അല്ലേ. ഇത് ബേസ് ഫിഗർ 3 അല്ലേ കുട്ടികളെ, ബേസ് ഫിഗർ 3. അങ്ങനെയെങ്കിൽ അവിടെ എത്ര ട്രയാങ്കിൾസ് കിട്ടും, 5 ട്രയാങ്കിൾസ്. ഇവിടെ 5 ട്രയാങ്കിൾസ് കിട്ടും. അങ്ങനെയെങ്കിൽ ഇവിടെ വീണ്ടും ഒരു ട്രയാങ്കിൾ വരച്ചാൽ ഈ കാണുന്നതും ബേസ് ഫിഗർ 3 തന്നെയാകും വീണ്ടും അല്ലേ. അവിടെയും കിട്ടും 5 ട്രയാങ്കിൾസ്. വീണ്ടും ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതും ബേസ് ഫിഗർ 3 ആയിട്ട് മാറും. അവിടെയുണ്ട് 5 ട്രയാങ്കിൾസ്. വീണ്ടും ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതും ബേസ് ഫിഗർ 3 തന്നെയാണ്, അവിടെയുമുണ്ട് 5 ട്രയാങ്കിൾസ് അല്ലേ. അപ്പോൾ എത്രയായി, 5 × 4 20 അല്ലേ. എൻ്റെ കൂട്ടത്തിൽ ഒരു 20 എണ്ണം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 28 + 20 48 ട്രയാങ്കിൾസ് എളുപ്പം കിട്ടും. കണ്ടോ, എളുപ്പമുള്ള പരിപാടിയാണ്. ഓക്കെ ആണോ, സെറ്റായിട്ടോ? ജസ്റ്റ് ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ ആദ്യമുള്ളത് വലിയ ക്വാഡ്രിലാറ്ററൽ വിത്ത് 2 ഡയഗണൽസും പിന്നെ ഈ ലൈനും കൂടെ വരുമ്പോൾ ആരായി, നമ്മുടെ ബേസ് ഫിഗർ 2 അല്ലേ. ബേസ് ഫിഗർ 2 അവിടെ 12 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 2 ആണ്. ഓക്കെ, അതിലേക്ക് അവരെന്ത് ചെയ്യുന്നു, ദേ ഇങ്ങനെ ഫസ്റ്റ് ലൈൻ, ഇങ്ങനെ സെക്കൻഡ് ലൈൻ, ഇങ്ങനെ തേർഡ് ലൈൻ വരയ്ക്കുമ്പം ഈ കാണുന്നത് ആരാ, നമ്മുടെ ബേസ് ഫിഗർ 2 ആണ്. അത് കാരണം അവിടെ 8 ട്രയാങ്കിൾസ് അല്ലേ, 1 2 3 4 ഉള്ളതുകൊണ്ട് 8 ട്രയാങ്കിൾസ് കിട്ടും. വീണ്ടും ഈ ഫിഗറിൽ ഇവർ ഈ സൈഡിൽ ഇങ്ങനെ 1 2 3 ലൈൻസ് വരയ്ക്കുമ്പം വീണ്ടും ഇവിടെ ആരായി, നമ്മുടെ ബേസ് ഫിഗർ 2 കാണുന്നത് ബേസ് ഫിഗർ 2 ആണ്. അവിടെയുമുണ്ട് 8 ട്രയാങ്കിൾസ്. ഓക്കെ, പിന്നെ അവരെന്ത് ചെയ്യുന്നു, പിന്നീട് അവർ ദേ ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കുന്നു അല്ലേ. ഈ ട്രയാങ്കിൾ വരയ്ക്കുമ്പം ഈ കാണുന്നത് ആരാ, നമ്മുടെ ബേസ് ഫിഗർ 3 ആവുന്നുണ്ട്. അവിടെ 5 ട്രയാങ്കിൾസ്. വീണ്ടും ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഈ സൈഡിലും ഒരു ബേസ് ഫിഗർ 3 ആയിട്ട് മാറുന്നു. അവിടെയും ഉണ്ട് 5 പേര്. വീണ്ടും അതുകൊണ്ട് ഇവിടെയും കിട്ടുമല്ലേ 5 ട്രയാങ്കിൾസ്. ഇതിനകത്തും വരും 5 ട്രയാങ്കിൾസ്. ഓക്കെ, വീണ്ടും ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്ന കാരണം, ഈ ട്രയാങ്കിൾ വരയ്ക്കുന്ന കാരണം ഇവിടെയും ഒരു ബേസ് ഫിഗർ 3 ആണ്. അവിടെയും കിട്ടും 5 പേര്. ഓക്കെ, അപ്പോൾ എത്രയായി, 20 + 12 + 8 + 8 മൊത്തം 48 ട്രയാങ്കിൾസ് അവിടെ കിട്ടും. ഫിഗർ പക്കയായിട്ട് മനസ്സിലാക്കുക, ബേസ് ഫിഗേഴ്സ് മനസ്സിലാക്കുക. ആ ബേസ് ഫിഗറിലേക്ക് നമ്മൾ എക്സ്ട്രാ വരയ്ക്കുന്ന ലൈൻസ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എളുപ്പമല്ലേ, സെറ്റല്ലേ, സിമ്പിളല്ലേ, മുന്നോട്ട് പോട്ടെ. ശരി, ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് 2 ടൈപ്പ് സ്റ്റാർ ആണ്. അപ്പോൾ ഈ 2 സ്റ്റാർസ് ആണ് നമ്മുടെ, ഓക്കെ, ഈ 2 സ്റ്റാർസ് ആണ് നമ്മുടെ ആര്, ബേസ് ഫിഗർ 4, 4ാമത്തെ ബേസ് ഫിഗർ കേട്ടോ. ആക്ച്വലി ബേസ് ഫിഗർ 3ഉം 4ഉം 5ഉം ഒക്കെ വളരെ കുറച്ച് റയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ, അധികം ചോദിക്കാറില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് 80% ക്വസ്റ്റ്യൻസും കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. അതിനകത്ത് 75% എബോ ക്വസ്റ്റ്യൻസും വരുന്നത് എവിടെയാണ്, ബേസ്ഡ് 1 and 2 അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ബാക്കി 3ഉം 4 5 വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ബേസ് ഫിഗർ 4 എന്നാണ് 2 ടൈപ്പ് സ്റ്റാർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഫിഗറിലും ഈ 2 ഫിഗർ ഡയറക്റ്റ് നമ്മൾ ചോദിക്കാറുണ്ട്. ഈ 2 ഫിഗർ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. പിന്നീട് ആ സ്റ്റാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതായത് ഇതിനിടയ്ക്ക് നമ്മൾ വരയ്ക്കുന്ന പുതിയ ലൈനിൽ വെച്ചിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അതും കണ്ടുപിടിക്കാൻ എളുപ്പം പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ആ ബേസ് ഫിഗർ ആയിരുന്നു മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവിടെ എത്ര ട്രയാങ്കിൾസ് പക്കയായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ബേസ് ഫിഗർ 4 എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് സ്റ്റാറുകളാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കിയാൽ ഫിഗർ പക്കയായിട്ട് മനസ്സിലാക്കുക. 2 വലിയ ട്രയാങ്കിൾസ് ഉണ്ട്, ഒരാൾ നേരെയും ഒരാൾ തലകുത്തനെയും ഓവർലാപ്പ് വെച്ചിരിക്കുന്നതാണ് ഫസ്റ്റ് ടൈപ്പ് സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എത്ര ട്രയാങ്കിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാണ്, 8 എണ്ണമാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റാർ എന്താണ്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ വരച്ച് പഠിക്കുന്ന ക്രോസ് സ്റ്റാർ. ഓക്കെ, ക്രോസ് സ്റ്റാർ ആണ്, നമ്മൾ ഇങ്ങനെ വരയ്ക്കാറില്ലേ, ഈ കാണുന്ന സ്റ്റാർ ക്രോസ് സ്റ്റാർ ആണ് രണ്ടാമത്തത്. ഇവിടെ മൊത്തം എത്ര ട്രയാങ്കിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മൊത്തം 10 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ 2 സ്റ്റാറുകൾ എവിടെ കണ്ടാലും ഇതിനകത്ത് 8 പേരെന്നും ഇതിനകത്ത് 10 ട്രയാങ്കിൾസ് ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ. ഇപ്പം ആ സ്റ്റാറിൽ പക്കറ്റ് മനസ്സിലാക്കുക. ഇനി പുതിയ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, അതിലേക്ക് എക്സ്ട്രാ ലൈൻസ് വരയ്ക്കും, അകത്ത് കുറച്ച് ലൈൻസ് വരയ്ക്കും. അങ്ങനെയും പുതിയ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ പുതിയ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കണം ചോദിക്കും അല്ലേ. ശരി, അപ്പോൾ എന്തായാലും എണ്ണി കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ ക്രോസ് സ്റ്റാറിൽ 10 പേരും ഇതിൽ 8 പേരുമാണ്. അപ്പം പക്കറ്റ് എണ്ണി കാണിച്ചു തരാം. എന്നാൽ തൽക്കാലം ആദ്യമേ ഈ ക്രോസ് സ്റ്റാറിൽ നിന്ന് ഞാൻ എണ്ണി കാണിക്കാം. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് ഈ ഒരു ഫിഗറിനകത്ത് കൈകൾ പോലെ എത്ര പേരുണ്ട്, 1 അല്ലേ, ഇത് 2ാമത്തെ ട്രയാങ്കിൾ, ഇത് 3ാമത്തെ ട്രയാങ്കിൾ, ഇത് 4ാമത്തെ ട്രയാങ്കിൾ, ഇത് 5ാമത്തെ ട്രയാങ്കിൾ അല്ലേ. അങ്ങനെ 5 പേര്. ശരി, 5 പേര്, അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ള 5 പേര് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിടയിൽ വരുന്ന ഓരോ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ. ഓക്കെ, ഓരോ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഉണ്ട്.
ഓക്കെ, ഫസ്റ്റ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഇതാണ്, രണ്ടാമത്തെ പോയിൻ്റ് ഇത് മൂന്നാമത്തെ പോയിൻ്റ്, ഇത് നാലാമത്തെ പോയിൻ്റ്, ഇത് അഞ്ചാമത്തെ പോയിൻ്റ്. അപ്പോൾ ഈ ഒരു ഓരോ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റുകൾ എന്ത് ചെയ്യണം, ഓരോ വെർട്ടെക്സ് ആക്കി വിചാരിച്ചുകൊണ്ട് വരച്ചെടുക്കണം. ഓക്കെ, അത് ഹാങ്ങർ പോലെ വരയ്ക്കുക. അപ്പോൾ തൽക്കാലം ഈ ഒരു പോയിൻ്റ് വെർട്ടെക്സ് ആക്കി എടുത്തുകൊണ്ട് ഞാൻ ഇത് ഹാങ്ങർ പോലെ വരച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ വരത്തില്ലേ, ഈ കാണുന്ന ഈ പച്ച ട്രയാങ്കിളാണ് ആറാമത്തെ ട്രയാങ്കിൾ. ക്ലിയർ ആയോ? ഓക്കെ, വീണ്ടും അടുത്ത ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എടുക്കുന്നു. ആ പോയിൻ്റ് ഒരു വെർട്ടെക്സ് ആക്കി വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ദേ ഇങ്ങനെ ഹാങ്ങർ പോലെ വരയ്ക്കാം. ഈ കാണുന്ന ഫിഗറാണ് നമ്മുടെ, ഈ കാണുന്ന ട്രയാങ്കിളാണ് ഏഴാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, വീണ്ടും അടുത്ത ഓക്കെ മൂന്നാമത്തെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എടുക്കാം. ഇത് മൂന്നാമത്തെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് വെർട്ടെക്സ് ആക്കി കരുതിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഹാങ്ങർ പോലെ വരയ്ക്കാം, ഇങ്ങനെ ഹാങ്ങർ പോലെ വരയ്ക്കാം. ഈ കാണുന്നതാണ് എട്ടാമത്തെ ട്രയാങ്കിൾ. വീണ്ടും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിൻ്റ്, ഈ ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, വെർട്ടെക്സ് ആക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ വരയ്ക്കാം ഹാങ്ങർ പോലെ. ഈ കാണുന്ന ഫിഗറാണ് അല്ലെങ്കിൽ ഈ കാണുന്ന ട്രയാങ്കിളാണ് ആര്, ഒൻപതാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ക്ലിയർ ആണ്? 9 വരെ ക്ലിയർ അല്ലേ? വീണ്ടും ലാസ്റ്റ് ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഉണ്ടല്ലേ, ഇതാണ് അഞ്ചാമത്തെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്. അത് വെർട്ടെക്സ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഹാങ്ങർ പോലെ വരയ്ക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് 10ാമത്തെ ട്രയാങ്കിൾ. 10 പേര്, അങ്ങനെ മൊത്തത്തിൽ 10 ട്രയാങ്കിൾസ് ആണ് ഫിഗറിലുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ക്രോസ് സ്റ്റാർ ഇങ്ങനെ എണ്ണിയെടുക്കേണ്ടത്, നമുക്ക് അങ്ങനെ എണ്ണ സമയമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫിഗർ എവിടെ കണ്ടാലും പറയാം 10 ട്രയാങ്കിൾസ്, അത് ക്രോസ് സ്റ്റാർ ആണ്, 10 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കി, ഇവിടെ ജസ്റ്റ് എണ്ണി നോക്കാം. ഇവിടെ എത്രയാണ്, 8 പേരാണ്. ആ ഫിഗർ മനസ്സിലാക്കുക. വലിയ 2 ട്രയാങ്കിൾസ്, ഒരാൾ നേരെയും ഒരാൾ തലകുത്തനെയും ഓവർലാപ്പ് വെച്ചേക്കുവാണ് അല്ലേ. ശരി, അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ എണ്ണുവാണെങ്കിൽ ദേ കൈകൾ പോലെ അല്ലേ, 1 2 3 4 5 6 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ഇതിൻ്റെ ഓരോ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എടുത്ത് നോക്കാം. ഇടയ്ക്കുള്ള ഓരോ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പോയിൻ്റായിട്ട്, ഇതൊരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് വെർട്ടെക്സ് ആക്കി എടുത്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഫിഗർ വരച്ച് നോക്കണ്ടോ, ആ ഫിഗർ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പോകുമ്പോൾ എന്താണ്, ആ വലിയ ട്രയാങ്കിളാണ് കിട്ടുന്നത്. ഇത് 7ാമത്തെ ട്രയാങ്കിൾ കേട്ടോ, ഇത് 7ാമത്തെ ട്രയാങ്കിൾ. വീണ്ടും നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരച്ച് നോക്കണ്ടോ, ആ നേരെയുള്ള ആ വലിയ ട്രയാങ്കിൾ 8ാമത്തെ ട്രയാങ്കിൾ കേട്ടോ, 8ാമത്തെ ആളെന്ന് കിട്ടും. ആ ഓരോ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് നമ്മളിങ്ങനെ വരച്ച് പോകുമ്പോൾ നമുക്ക് വലിയ 2 ട്രയാങ്കിൾസ് അല്ല വേറെ ആരും കിട്ടത്തുമില്ല. വീണ്ടും ഓർക്കുക, എണ്ണിയ ട്രയാങ്കിൾസ് വീണ്ടും എണ്ണാനും പാടില്ല. ഓക്കെ, സെറ്റല്ലേ? അങ്ങനെ ഈ ഫിഗറിൽ മൊത്തം 8 പേരാണ്. ഇപ്പോൾ 2 ടൈപ്പ് സ്റ്റാർ ക്ലിയർ അല്ലേ? ബേസ് ഫിഗർ 4 ക്ലിയർ അല്ലേ? ബേസ് ഫിഗർ 4 ഓക്കെ, 2 ടൈപ്പ് സ്റ്റാർ, 8 ട്രയാങ്കിൾസുള്ള ബേസ് ഫിഗർ 4ഉം 10 ട്രയാങ്കിൾസുള്ള ബേസ് ഫിഗർ 4. ഓക്കെ, 2 ടൈപ്പ് സ്റ്റാറുകൾ. സെറ്റല്ലേ? ശരി, ഇനി എന്ത് ചെയ്യും, ഇതിലേക്ക് എക്സ്ട്രാ ലൈൻസ് വരച്ച് പുതിയ ചോദ്യങ്ങൾ വരും അല്ലേ? ശരി, നോക്കിക്കോളൂ.